വെൽക്കം ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഈസ് നവനീത്. എക്കണോമിക്സിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്, RBI കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നത് RBI ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും RBI ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമുക്കറിയാം ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IMF എന്ന് പറയുന്നത്. ആ IMF-ൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് RBI ആണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. ഇന്ത്യയിലെ വായ്പകളുടെ നിയന്ത്രകനായിട്ട് പ്രവർത്തിക്കുന്നതും ഇതേ RBI ആണ്. നമുക്കറിയാം, RBI ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആക്ടാണ് RBI ആക്ട്. ഇത് നിലവിൽ വന്നത് 1934 RBI ആക്ട് നിലവിൽ വന്നത്. അത് പ്രകാരമാണ് 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 1 RBI നിലവിൽ വന്നു. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഒരു കമ്മീഷനെ കുറിച്ചാണ്, ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 സ്ഥാപിതമായ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത്. RBI ബന്ധപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ആസ്ഥാനം എവിടെ എന്നതാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ, മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലാണ് RBIയുടെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് ആദ്യം ഉണ്ടായിരുന്നത്. 1935 മുതൽ 37 വരെ കൊൽക്കത്തയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1937 അത് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക്, മഹാരാഷ്ട്രയിലേക്ക് മാറ്റുന്നത്. കൊൽക്കത്ത നമുക്കറിയാം പശ്ചിമ ബംഗാളിലെ തലസ്ഥാനം, അവിടെയാണ് ആദ്യം ഇതിന്റെ ആസ്ഥാനം ഉണ്ടായിരുന്നത്. പിന്നീട് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കായിട്ട് 1949 മുതലാണ്. 1949 മുതലാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ബാങ്കായിട്ട്, ഔദ്യോഗിക ബാങ്കായിട്ട് RBI മാറുന്നത്. ഇത് ദേശസാൽക്കരിക്കുന്നതും 1949 ജനുവരി 1 മുതലാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഈ RBI ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 ജനുവരി 1 ആണ്. ഇതിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത്, RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത് കടുവയാണ്, ടൈഗറാണ്. ഇതിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന, RBIയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃഗം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് കറൻസിയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ കറൻസി അച്ചടിക്കുന്നതും 1 രൂപ ഒഴികെയുള്ള നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്നതും RBIയുടെ ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടിൽ ഫിനാൻസ് സെക്രട്ടറി, ബാക്കിയുള്ള നോട്ടുകളിൽ RBI ഗവർണറാണ് ഒപ്പുവയ്ക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ഗവർണർ. ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. വിദേശിയാണ് അദ്ദേഹം. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണറായിട്ട് വരുന്നത്. പിന്നീട് രണ്ടാമത്തെ ഗവർണറായിട്ട് വരുന്നത് ജെയിംസ് ടെയ്ലറാണ് രണ്ടാമത്തെ RBIയുടെ ഗവർണർ. രണ്ടാമത്തെ RBI ഗവർണറായിട്ട് മറ്റൊരു വിദേശിയായ ജെയിംസ് ടെയ്ലറാണ് ചുമതലയേൽക്കുന്നത്. പിന്നീട് നമുക്ക് പറയാം, ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായ വ്യക്തി ഇന്ത്യക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ബെനഗൽ രാമറാവു ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RBIയുടെ ഗവർണറായി ചുമതലയേറ്റ വ്യക്തി എന്ന് പറയുന്നത് ഈ ബെനഗൽ രാമറാവു ആണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് 1995 ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നടപ്പിലാക്കി. സമ്പ്രദായം നടപ്പിലാക്കിയത് 1995 RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം നടപ്പിലാക്കിയത് 1995 പിന്നീട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യയിൽ RBI ഗവർണറായി ചുമതല വഹിച്ചിട്ടുള്ള മുൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം RBIയുടെ ഗവർണറായിട്ട് ചുമതലയേറ്റ ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതും കൂടെ പറയാനുണ്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നതാണ്.
ഇപ്പോഴത്തെ ഗവർണർ 26ാമത്തെ RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹമാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ RBIയുടെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് RBI കുറിച്ച് ഇന്ന് പറയാനുള്ളത്. ക്ലാസ്സുകൾ ഇനിയും തുടരുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.